വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള ഒരു സ്റ്റോറിയാണ്. പേജ് നമ്പർ 144 നോക്കാം. യു ഹാവ് ഓൾറെഡി റീഡ് ദ സ്റ്റോറി ഓഫ് പാർവതി ഹു ലവ്ഡ് ദ ഫീൽഡ്സ് ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുണ്ട് അല്ലേ പാർവതിയുടെ സ്റ്റോറി. ഏതാണ് സ്റ്റോറി? സീഡ് ആൻഡ് സോയിൽ, പാറുവിൻ്റെ സ്റ്റോറി അല്ലേ. അപ്പം ആ ഒരു സ്റ്റോറി നമ്മളുടെ ലേണേഴ്സ് കോർണറിൻ്റെ ക്ലാസ് 5 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ കയറി കാണുക, താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ്? യു ഹാവ് ഓൾറെഡി റീഡ് ദ സ്റ്റോറി ഓഫ് പാർവതീൻ്റെ സ്റ്റോറി നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. ഹു ലവ്ഡ് ദ ഫീൽഡ്സ് ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്. അവൾക്ക് എന്താണ്? ഫീൽഡ്സ് അതായത് പാടങ്ങളും ട്രീസും മരങ്ങളും അതേപോലെ പ്ലാന്റ്സ് ചെടികളും ഒക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ പ്ലാന്റ്സിനെയും ട്രീസിനെയും ഫീൽഡ്സിനെയും ഒക്കെ സ്നേഹിക്കുന്ന പാർവതിയുടെ സ്റ്റോറി നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് 2 kids who go to feed the animals on a farm. അപ്പം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് 2 കിഡ്സിൻ്റെയാണ്, 2 കുട്ടികളുടെയാണ്. ഹു ഗോ ടു ഫീഡ് ദ ആനിമൽസ് ഓൺ എ ഫാം. ഒരു ഫാമിലുള്ള ആനിമൽസിനെ, മൃഗങ്ങളെയൊക്കെ ഫീഡ് ചെയ്യാൻ പോവുകയാണ് അവർ. അതായത് അവർക്കൊക്കെ ഈ ആനിമൽസിനൊക്കെ ആഹാരം കൊടുക്കാൻ വേണ്ടി ഒരു ഫാമിലേക്ക് പോകുന്ന 2 കുട്ടികളുടെ സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ് us see what happens. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്ന്. എ ഡേ അറ്റ് ദ ഫാം, അതാണ് സ്റ്റോറിയുടെ പേര്. അതായത് ഫാമിലെ ഒരു ദിവസം. അപ്പോൾ നമുക്ക് നോക്കാം. വൺ ഡേ ബിൽ ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡാഡ്സ് ഫാം. അപ്പോൾ 2 കുട്ടികളുടെ സ്റ്റോറിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ അവരുടെ പേരെന്താണ്? ഒരാളുടെ പേര് ബില്ലും ഒരാളുടെ പേര് മെഗ്. അതാണ് ഓക്കെ. അപ്പോൾ ഒരു ദിവസം വൺ ഡേ ബിൽ ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട്. ബില്ല് അവൻ്റെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. ആരെയാണ് ക്ഷണിച്ചത്? മെഗിനെ. അപ്പോൾ ബില്ല് മെഗിനെ ഇൻവൈറ്റ് ചെയ്തു. എങ്ങോട്ട്? ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡാഡ്സ് ഫാം. ഗ്രാൻഡാഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ്? അവൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ഫാം ഉണ്ട്, ആനിമൽസ് ഒക്കെ ഉള്ള ഫാം ഉണ്ട്. അപ്പം ഗ്രാൻഡാഡിൻ്റെ ഫാം കാണാൻ വേണ്ടിയിട്ട് അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബില്ല് മെഗിനെ ക്ഷണിച്ചത്. ഗ്രാൻഡാഡ് നീഡ്സ് ഹെൽപ്പ് ഓൺ ഹിസ് ഫാം, ബിൽ സെറ്റ്. അപ്പോൾ ബില്ല് പറയാണ് ഗ്രാൻഡാഡിന് കുറച്ച് ഹെൽപ്പ് വേണം, കുറച്ച് എന്താണ് സഹായം വേണം. അദ്ദേഹത്തിൻ്റെ ഫാമിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാൻഡാഡിന് കുറച്ച് ഹെൽപ്പ് വേണം എന്ന് ബില്ല് പറഞ്ഞു. ബില്ല് പറഞ്ഞു ദ കിഡ്സ് വെൻ ടു ദ ഫാം. അപ്പം എന്ത് ചെയ്തു? ഈ 2 പേരും കൂടെ, കിഡ്സ് എന്ന് ഇവിടെ ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ബില്ലിനെയും മെഗിനെയും. അപ്പോൾ ബില്ലും മെഗും കൂടെ എങ്ങോട്ട് പോയി? വെൻ ടു ദ ഫാം, ഫാമിലേക്ക് പോയി. നെക്സ്റ്റ് പേജ് നോക്കിയേ. ഇവിടെ നമുക്ക് 2 പിക്ചർ കാണാം. അവർ ഫാമിൽ എത്തുന്ന ആ ഒരു പിക്ചറും ഉണ്ട്, അതേപോലെ അവർ അവിടെ ഗ്രാൻഡാഡിനെ ഹെൽപ്പ് ചെയ്യുന്ന പിക്ചറും ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? അവിടുത്തെ ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യുന്ന കാര്യമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രാൻഡാഡ് ഗേവ് ദ കിഡ്സ് സം ജോബ്സ് ടു ഡു. അപ്പോൾ ഗ്രാൻഡാഡ് എന്താണ്? ഈ കുട്ടികൾക്ക് കുറച്ച് ജോലി കൊടുത്തു അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലീസ് പീൽ ദ ഇയേഴ്സ് ഓഫ് കോൺ ആൻഡ് ദെൻ ഹെൽപ്പ് മീ സോ ദ സീഡ്സ്, ഹീ സെഡ്. അപ്പോൾ ഗ്രാൻഡാഡ് പറയുകയാണ് ഈ കുട്ടികളോട്, പ്ലീസ് പീൽ ദ ഇയേഴ്സ് ഓഫ് കോൺ. കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോളം അല്ലേ. ചോളത്തിൻ്റെ ആ ഒരു പുറത്തുണ്ടാകുന്ന തൊലി ഉണ്ടല്ലോ, ആ തൊലി പീൽ ചെയ്ത് കളയുക. അതായത് ആ ഒരു തൊലി റിമൂവ് ചെയ്യുക, ഒഴിവാക്കി കളയുക, പറിച്ച് കളഞ്ഞിട്ട് ആൻഡ് ദെൻ ഹെൽപ്പ് മീ സോ ദ സീഡ്സ്. എന്നിട്ട് എന്നെ ഈ ഒരു വിത്ത് നടാൻ വേണ്ടിയിട്ട്, സോ എന്ന് പറഞ്ഞാൽ നടുക അല്ലേ, വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂ എന്ന് ആര് പറഞ്ഞു? ഹി സെഡ്, ഗ്രാൻഡാഡ് പറഞ്ഞു. ദേ വർ വെരി ഹാപ്പി ടു ഡു ദ വർക്ക്. അവർ 2 പേരും എന്താണ്? വളരെ ഹാപ്പിയാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ നല്ല ഹാപ്പി ആയിട്ട് ആ ഒരു വർക്ക് ചെയ്തു. നൗ യു ക്യാൻ ഹെൽപ്പ് മീ ഫീഡ് ദ ആനിമൽസ് ഇഫ് യു ആർ നോട്ട് ടയർഡ്, സെഡ് ഗ്രാൻഡാഡ്. അപ്പോൾ ഗ്രാൻഡാഡ് പിന്നെ പറയുന്നത് എന്താണ്? നൗ യു ക്യാൻ ഹെൽപ്പ് മീ ഫീഡ് ദ ആനിമൽസ്. ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആനിമൽസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമോ? ഇഫ് യു ആർ നോട്ട് ടയേർഡ്, നിങ്ങൾ ടയേർഡ് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷീണിതരല്ലെങ്കിൽ ആനിമൽസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് പിന്നെ ഗ്രാൻഡാഡ് പറയാണ്. സെറ്റ് ഗ്രാൻഡാഡ് പറഞ്ഞു. നോ വി ആർ നോട്ട് ടയേർഡ്, വി ഷാൽ ഹെൽപ്പ് യു. അപ്പോൾ അവരെന്താ പറയുന്നത്? ഈ 2 കിഡ്സ് പറയാണ്, നോ വി ആർ നോട്ട് ടയേർഡ്, ഞങ്ങൾ ടയേർഡല്ല, ഞങ്ങൾ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. വി ഷാൽ ഹെൽപ്പ് യു, ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യാം? ഹെൽപ്പ് ചെയ്യാം. ദ കിഡ്സ് സെഡ് വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം.
എന്തൂസിയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സാഹം, ആവേശം എന്നൊക്കെ ഉള്ളതാണ് മീനിങ്. അപ്പം ഈ രണ്ട് കുട്ടികളും എന്താണ് വളരെ ഉത്സാഹത്തോടു കൂടി അല്ലെങ്കിൽ ആവേശത്തോടു കൂടി പിന്നെ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഗ്രാൻഡ് ഡാഡിനെ ഹെൽപ്പ് ചെയ്യാം എന്ന് ഈ രണ്ട് കുട്ടികൾ പറഞ്ഞു. ഓക്കെ. ദേ ഫെഡ് ദ ഷീപ്പ് ആൻഡ് ദ ഗീസ്. ഷീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മരിയാട്, ഗീസ് എന്ന് പറഞ്ഞാൽ അതൊരു ബേർഡാണ്, ഈ ഡക്കിനെ പോലെയൊക്കെ ഉള്ള ഒരു ബേർഡാണ് കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്തു, അതിനൊക്കെ ഫീഡ് ചെയ്തു, അതിനൊക്കെ ഫുഡ് കൊടുത്തു, ഷീപ്പിനും ഗീസിനും ഫുഡ് കൊടുത്തു. ഗ്രാൻഡ് ഡാഡ് ഹാഡ് ഓൾ കൈൻഡ്സ് ഓഫ് ആനിമൽസ് ഓൺ ദ ഫാം. അപ്പോൾ ആ ഒരു ഫാമിൽ ഗ്രാൻഡ് ഡാഡിന് എല്ലാ തരത്തിലുള്ള ആനിമൽസും ഉണ്ട്, എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും എന്താണ് ഗ്രാൻഡ് ഡാഡ് ആ ഒരു ഫാമിൽ വളർത്തുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ദേ വെൻറ്റ് വിത്ത് ഹിം ടു ദ ബാൺ ടു കളക്ട് ഹേ ഫോർ ദ കൗസ്. അപ്പം ഇവിടെ പിന്നെ ബാൺ എന്ന് ഉദ്ദേശിക്കുന്നത് പത്തായപ്പുര എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതായത് ഇവിടെ ആനിമൽസിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം, അതാണ് ഇവിടെ ബാൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം, ദേ വെൻറ്റ് വിത്ത് ഹിം ടു ദ ബാൺ ടു കളക്ട് ഹേ. ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈക്കോല്, ഫോർ ദ കൗസ്. കൗസ് എന്ന് പറഞ്ഞാൽ എന്താ, പശുക്കൾ അല്ലേ. എന്താണ്, ദേ വെൻറ്റ് വിത്ത് ഹിം ടു ദ ബാൺ. അപ്പം ഈ രണ്ട് കുട്ടികളും പിന്നെ ഗ്രാൻഡ് ഡാഡിൻ്റെ കൂടെ ബാണിലേക്ക് പോയി. ടു കളക്ട് ഹേ ഫോർ ദ കൗസ്. പശുക്കൾക്ക് കൊടുക്കാനുള്ള വൈക്കോല് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബാണിലേക്ക് പോയത്. There I have a collection of bees also, showing another side of the farm. അപ്പം ഗ്രാൻഡ് ആഡഡ്, അപ്പോൾ ഗ്രാൻഡ് ഡാഡ് കൂട്ടിച്ചേർക്കുക, അതായത് ഗ്രാൻഡ് ഡാഡ് പറയുകയാണ് എന്താണ്, ഷോയിങ് അനദർ സൈഡ് ഓഫ് ദ ഫാം, ഫാമിൻ്റെ മറ്റൊരു വശം കാണിച്ചിട്ട്, മറ്റൊരു ഭാഗം സൈഡ് കാണിച്ചിട്ട് പറയാണ്, there അവിടെ ഐ ഹാവ് എ കളക്ഷൻ ഓഫ് ബീസ് ഓൾസോ, എനിക്ക് അവിടെ കുറച്ച് എന്താണ് തേനീച്ചകളുടെ കളക്ഷനും ഉണ്ട്, അതായത് തേനീച്ചകളെ വളർത്തില്ലേ, അങ്ങനെ ഞാൻ അവിടെ തേനീച്ചകളെയും വളർത്തുന്നുണ്ട്, എനിക്ക് അവിടെ കുറച്ച് തേനീച്ചകളുണ്ട് എന്ന് ഈ കുട്ടികളോട് ഗ്രാൻഡ് ഡാഡ് പറയാണ്. യു നീഡ് നോട്ട് ഫീഡ് ദ ബീസ്. അപ്പോൾ ആ ഒരു ബീസിന് നിങ്ങൾ ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡു നോട്ട് ഡിസ്റ്റർബ് ദം, അവരെ ഡിസ്റ്റർബ് ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും പോകരുത് എന്ന് ഗ്രാൻഡ് ഡാഡ് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. പേജ് നമ്പർ 146 നോക്കാം. ഡു യു നോ വാട്ട് ദ കിഡ്സ് ഡിഡ്. അപ്പോൾ ഈ കുട്ടികൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദ്യം. ഈ ഒരു പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പിടികിട്ടുമല്ലേ കാര്യം. അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കാം കേട്ടോ. ദേ വെൻറ്റ് നിയർ ദ ബീസ് സീക്രട്ട്ലി. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു, അവർ ആ ഒരു ബീസിൻ്റെ അടുത്തേക്ക് ആരും അറിയാതെ രഹസ്യമായി, സീക്രട്ട്ലി എന്നാണ് പറഞ്ഞത്, അപ്പം എന്താണ് രഹസ്യമായിട്ട് ആരും അറിയാതെ അവർ ഈ ബീസിൻ്റെ അടുത്തേക്ക് പോയി, തേനീച്ചകളുടെ അടുത്തേക്ക് പോയി. ഗ്രാൻഡ് ഡാഡ് ഡിഡ് നോട്ട് നോട്ടീസ് ഇറ്റ്. ഗ്രാൻഡ് ഡാഡ് ഈ കാര്യം കണ്ടില്ല, അദ്ദേഹം അത് നോട്ടീസ് ചെയ്തില്ല. ബിൽ സ്റ്റെപ്ഡ് ഓൺ എ ലോങ് ആൻഡ് പീപ്ഡ് ഇൻ ടു ദ ഹൈവ്. അപ്പം ബിൽ എന്ത് ചെയ്യാണ്, സ്റ്റെപ്ഡ് ഓൺ എ ലോങ്. ലോങ് മീൻസ് ലോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടി, മരത്തിൻ്റെ തടി, നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം അല്ലേ, ആ ഒരു മരത്തിൻ്റെ തടിയിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് ബില്ല്. എന്നിട്ട് എന്താ ചെയ്തത്, ആൻഡ് പീപ്ഡ് ഇൻ ടു ദ ഹൈവ്. ഹൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബീ ഹൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ചക്കൂട്. അപ്പോൾ തേനീച്ചക്കൂടിനുള്ളിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി, പീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക കേട്ടോ. അപ്പം ബില്ലിങ്ങനെ ഒളിഞ്ഞു നോക്കി. ദേ ആർ സ്ലീപ്പിംഗ് ഹി ഡിക്ലെയർഡ്. അപ്പം ബില്ല് പറയാണ് അവർ ഉറങ്ങുകയാണ് എന്ന്. ബട്ട് ദേ വർ നോട്ട് ആക്ച്വലി സ്ലീപ്പിംഗ്. പക്ഷെ എന്താണ്, അവർ ശരിക്കും ഉറങ്ങുമൊന്നും അല്ലായിരുന്നു. ബിൽ ഫെൽ ഓഫ് ദ ലോഗ്, ദ ബീസ് വർ ഡിസ്റ്റർബ്ഡ്. അപ്പം ബില്ല് എന്താണ്, ആ ഒരു തടി കഷ്ണത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. ദ ബീസ് വർ ഡിസ്റ്റർബ്ഡ്. അപ്പം ബീസ് എന്താണ്, ഡിസ്റ്റർബ്ഡ് ആയി. അവർക്ക് ആ ഒരു കൂടിന് അനക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് അറിയാൻ പറ്റും, അവർ കുത്തും അല്ലേ, തേനീച്ചകൾ കുത്തും, നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പം എന്തായിരിക്കും സംഭവിക്കുക, ദ ബീസ് ഫ്ലൂ ആഫ്റ്റർ ബിൽ ആൻഡ് മെഗ്. അപ്പോൾ ഈ ബില്ലിനെയും മെഗിനെയും കുത്താൻ വേണ്ടിയിട്ട് തേനീച്ചകൾ അവരുടെ പുറകെ ഇങ്ങനെ ചേസ് ചെയ്ത് വരികയാണ്. ഓക്കെ. ദ കിഡ്സ് റാൻ ഫാസ്റ്റ്. അപ്പോൾ കുട്ടികൾ എന്താണ്, വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ദ ബീസ് ഫ്ലൂ ഫാസ്റ്റർ. അപ്പം ഈ കുട്ടികൾ ഓടുന്നതിലും സ്പീഡിൽ ബീസ് ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ദേ കെയിം നിയർ ദ കിഡ്സ്. അപ്പോൾ ഈ തേനീച്ചകൾ എന്താണ്, കുട്ടികളുടെ അടുത്തെത്താറായി. ഹൗ കുഡ് ദേ എസ്കേപ്പ്. എങ്ങനെയാണ് അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുക, ഈ ഒരു തേനീച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമുക്ക് നോക്കാം. എ സ്ട്രീം ജംപ് ഇൻ ടു ഇറ്റ്. ബിൽ സ്ക്രീംഡ്. സ്ക്രീംഡ് എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുക അല്ലെങ്കിൽ നിലവിളിക്കുക. അപ്പം പിന്നെ ബില്ല് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്ക്രീം ചെയ്തുകൊണ്ട് പറയാണ്, എ സ്ട്രീം, ഒരു അരുവിയുണ്ട്, ജംപ് ഇൻ ടു ഇറ്റ്, അതിനകത്തേക്ക് ചാടാം എന്ന് പറയാണ്. ദേ ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. അപ്പോൾ അവർ ആ ഒരു സ്ട്രീമിലേക്ക്, അരുവിയിലേക്ക് എടുത്ത് ചാടി.
ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിക്ചറിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അതാ അവർ ആ ഒരു പിന്നെ തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ ബില്ല് കയറി നിന്നിട്ട് നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം അവൻ രണ്ടാമത്തെ പിക്ചറിൽ അവൻ വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത്തെ പിക്ചറിൽ അവർ സ്ട്രീമിലേക്ക് ചാടുന്നതും നമുക്ക് കാണാം. ലാസ്റ്റ് പേജ് നോക്കാം. ദ ബീസ് ഫ്ലൂ ബാക്ക് ടു ദെയർ ഹൈവ്. ഹൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ചക്കൂടാണ് കേട്ടോ. ബി ഹൈവ് എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂട്. ദ ബീസ് ഫ്ലൂ ബാക്ക് ടു ദെയർ ഹൈവ്. അപ്പോൾ ബീസ് എന്ത് ചെയ്തിട്ടുണ്ട്? തേനീച്ചകൾ അവരുടെ കൂട്ടിലേക്ക് തിരിച്ച് പറന്നു പോയിട്ടുണ്ട്. ദ സ്ട്രീം വാസ് നോട്ട് ഡീപ്പ്. ആ ഒരു സ്ട്രീം നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം അല്ലേ? ആ ഒരു സ്ട്രീം, അരുവി ഒരുപാട് ആഴമൊന്നും ഉള്ളതായിരുന്നില്ല. ഇറ്റ് സേവ്ഡ് ദ കിഡ്സ് ഫ്രം ദ ആംഗ്രി ബീസ്. അപ്പോൾ ഈ ഒരു സ്ട്രീം, ഈ ആഴം കുറവുള്ള ഈ ഒരു സ്ട്രീമാണ് കുട്ടികളെ ആ ഒരു ആംഗ്രി ബീസിൽ നിന്ന് രക്ഷിച്ചത്. ദേഷ്യം പിടിച്ച് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ബീസിൽ നിന്ന്, തേനീച്ചകളിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചത് ഈ ആഴം കുറവുണ്ടായിരുന്ന ആ ഒരു സ്ട്രീമാണ്. ഒരുപാട് ആഴം ഉണ്ടെങ്കിൽ കുട്ടികൾ അവർ മുങ്ങിപ്പോവില്ലേ? ഇപ്പം ഇത് ആഴം കുറവായതുകൊണ്ട് അതും അവർക്ക് സേഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഗ്രാൻഡ് ഡാഡ് റാൻ ടു ദ സ്ട്രീം ആൻഡ് ഹെൽപ്ഡ് ദം ഗെറ്റ് ഔട്ട്. അപ്പം ഗ്രാൻഡ് ഡാഡ് വേഗം തന്നെ സ്ട്രീമിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ആൻഡ് ഹെൽപ്പ് ദം ഗെറ്റ് ഔട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ ഹെൽപ്പ് ചെയ്തു. ആ ഒരു സ്ട്രീമിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു. ഗ്രാൻഡ് ഡാഡ് സെഡ് യു ക്യാൻ ഫീഡ് ദ ആനിമൽസ് ആൻഡ് ഹെൽപ്പ് ദം. അപ്പോൾ ഗ്രാൻഡ് ഡാഡ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു ഫാമിലുള്ള ആനിമൽസിനെ ഫീഡ് ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. ബട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് ദം. പക്ഷെ ഒരിക്കലും അവരെന്ത് ചെയ്യരുത്? ഡിസ്റ്റർബ് ചെയ്യരുത്, ശല്യപ്പെടുത്തരുത്. വി ആർ സോറി ദ കിഡ്സ് സെഡ്. അപ്പോൾ കിഡ്സ് സോറി പറയാണ്, ക്ഷമിക്കണം എന്ന് പറയാണ്. ദേ വർ വെറ്റ്. സ്ട്രീമിൽ വീണിട്ടുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ അവർ മുഴുവൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു. വെറ്റ് എന്ന് പറഞ്ഞാൽ നനയുക. അവർ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ വർ ഹാപ്പി അറ്റ് ലാസ്റ്റ്. പക്ഷെ അവസാനം അവർ ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റോറി ആയിരുന്നില്ലേ? അതെ. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.